എനിക്ക് തോന്നുന്നില്ല ഓൻ വരുന്നു. അത്രയ്ക്ക് ഈഗോള കൂട്ടത്തിൽ ആ നാറി. അതെനിക്ക് അന്ന് മനസ്സിലായി. ഓട്ടെ സാറേ, ഈഗോയും കോംപ്ലക്സും ഒന്നുമല്ല, വിവരക്കേടാ. അങ്ങനെ കരുതിയാ മതി. അവൻ തല്ലി തുണി ഉരിഞ്ഞു നിർത്തിയ എന്നല്ലേ? അപ്പൊ എസ് രവീന്ദ്രൻ അത് പറയാം. ആ ഗ്ലാസ് കാലിയായിരിക്കാണല്ലോ. അവൻ വരുന്നവരെ താനിരുന്ന് മുഷിയണ്ട, ഒഴിച്ച് കഴിക്കണോ? വേണ്ട, ഇപ്പൊ തന്നെ ആവശ്യത്തിന് കഴിച്ചല്ലോ. ആവശ്യത്തിന് ഈ കുടി എന്ന് പറയുന്നത് തന്നെ അനാവശ്യം. അതുകൊണ്ട് അതിനൊരു ലിമിറ്റേഷൻ ഒന്നും വെക്കണ്ട. മദ്യ ഗ്ലാസ് ഒരിക്കലും ശൂന്യമായി വെക്കാൻ പാടില്ല. അതുപോലെ നിറച്ചു വെക്കാനും പാടില്ല. എപ്പോൾ ശൂന്യമായിരിക്കുന്നോ അപ്പ നിറയ്ക്കണം, എപ്പോൾ നിറഞ്ഞിരിക്കുന്നോ അപ്പ ശൂന്യമാക്കണം. കഴിക്കേ കഴിക്കണോ പോലീസ്? ഇപ്പൊ ശൂന്യമായി, അപ്പൊ വീണ്ടും നിറയ്ക്കണം. അങ്ങനെ നിറച്ചും ശൂന്യമാക്കിയും നിറച്ചും കുടിച്ചും നിരന്തരം കുടിച്ചു കൊണ്ടിരിക്കുന്നവനാണ് ഒരു തറവാട്ടിൽ പിറന്ന കുടിയൻ. ഈ കുടിയന്മാരിലും തറവാടികളുണ്ടോ സാറേ? വിഷമം തോന്നില്ലേ? ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. സാറിന്റെ മനസ്സിൽ ഈ ജാതി ചിന്തയും ദളിത ബുദ്ധിയൊക്കെ ഉണ്ടോ? അല്ല, ഞാനൊരു സംശയം ചോദിച്ചാണേ. രവീന്ദ്ര, ഒരുവന്റെ മനസ്സിൽ ജാതി ചിന്തയുണ്ടോ എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമാണ്. നമ്മുടെ നാട്ടിൽ ജാതിയോളം ആഴത്തിൽ ഉറച്ചതും മാറ്റത്തിന് വിധേയമാകാത്തതുമായ ജനങ്ങളുടെ സംഘടിത രൂപം ഏത് രാഷ്ട്രീയ സംഘടനയ്ക്കാണോ ഉള്ളത്? ഒരു കമ്മ്യൂണിസ്റ്റ് നാളെ മാറി വേണമെങ്കിൽ കോൺഗ്രസ് ആക്കാം, പിന്നെ അതിൽ നിന്ന് മാറി കേരള കോൺഗ്രസ് ആക്കാം. പക്ഷേ ഒരു ഈഴവൻ ഒരിക്കലും ജാതി മാറി നായരാവാൻ പറ്റില്ല. ഒരു നമ്പൂരിക്ക് വേണമെങ്കിൽ മാപ്പിളയാക്കാം, എന്നാലും ഒരു ദളിതനാവാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ജാതി ഇതൊന്നുമല്ല. ഏറ്റവും ഗ്യാരണ്ടിയുള്ള കുറെ വോട്ടുകൾ നമ്മുടെ നാട്ടിൽ ജാതിയും ജാതി സംഘടനകളും ഇനിയും ശക്തമാകണമെന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ പിന്നെ ഒരു സംഘടനാ നേതാവിനെ വിലക്കെടുത്താൽ മതി, ഒരു സമുദായത്തിന്റെ മുഴുവൻ വോട്ടുകളും നമ്മുടെ പെട്ടിയിൽ കിടക്കും. എന്ത് നേര്, തനിക്കൊന്നും മനസ്സിലായിട്ടില്ല. താൻ ഗ്ലാസ് തന്നെ ഇറക്കേ. നെവർ കീപ് ഗ്ലാസ് എംപ്റ്റി. കഴിക്കണോ? ഒരു സവർണനെ സംബന്ധിച്ചിടത്തോളം ജാതി ആത്മവിശ്വാസവും അലങ്കാരവുമാകുമ്പോ ദളിതനത് അപകർഷതാബോധവും ഭാരവുമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ജാതിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ദളിതന് പെട്ടെന്നൊരു അടി കൊടുക്കാൻ അവന്റെ ജാതി വിളിച്ച് അധിക്ഷേപിക്കുന്നതാ ഏറ്റവും എളുപ്പമായ മാർഗം. നമ്മുടെ പല നേതാക്കന്മാരും അത് ചെയ്തിട്ടുള്ളത്. അത്തരത്തിലൊരു അടി കൊടുക്കാനാണ് ഞാൻ അന്ന് ആ സ്റ്റേഷനിൽ വെച്ച് ശ്രമിച്ചത്. പക്ഷെ അവനെ വനിതാ പോലീസും സാധാ പോലീസുകാരും പരാതിക്കാരും പ്രതികളും നിൽക്കുന്ന ഒരു വലിയ ആൾക്കൂട്ടത്തിന് മുൻപിൽ വെച്ച അവൻ എന്നെ പട്ടിയെ പോലെ തല്ലിയത്, തുണി ഉരിഞ്ഞു നിർത്തി നാണം കടത്തി പ്രദർശിപ്പിച്ചത്. വിട്ടുകള സാറേ, പാവം പിടിച്ചോനൊരു പൊട്ട ബുദ്ധിക്ക് കണ്ണു വാങ്ങിച്ചു കുടിച്ചിട്ട് എന്നെ തുണി ഉരിഞ്ഞു നിർത്തിയവൻ പാവെന്നോ? സോറി സാർ, എനിക്കൊരു തെറ്റ് പറ്റി. അവൻ വരട്ടെ. ഈ സസ്പെൻഷൻ കൊണ്ടൊന്നും അവനുള്ള പണിഷ്മെന്റ് അവസാനിക്കാൻ പോകുന്നില്ല. മാനസികമായി തകർത്ത് ഞാൻ അവനെ ഇല്ലാണ്ടാക്കും. ഒടുക്കം ഗതി മുട്ടി അവൻ ആത്മഹത്യ ചെയ്യും. അത് തനിക്ക് ഞാൻ കാണിച്ചു തരാം. സാറ്, നമ്മൾ അവനെ വിളിപ്പിച്ചത് ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ടല്ലേ? താൻ വിളിച്ചത് അതിന് വേണ്ടിയിട്ടായിരിക്കും, പക്ഷേ ഞാൻ കാത്തിരുന്നത് അതിനു വേണ്ടിയിട്ടല്ല. ഇത് ചീറ്റിങ്ങാ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇരിക്കില്ല. താൻ ഇവിടെ തന്നെ ഇരിക്കും. എന്റെ കള്ള് വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ടെങ്കിൽ താൻ എന്നോടൊപ്പം നിൽക്കും. ഇല്ലെങ്കിൽ തന്നെ ഞാൻ കേരളത്തിൽ തലങ്ങും വലം കൊണ്ട് ഓടിക്കും. അത് വേണം. നായ്ക്കള് കുറയ്ക്കുന്നുണ്ട്. ആ നായിന്റെ മോൻ തന്നെ ആയിരിക്കും. സാറേ, വരാൻ പറഞ്ഞിട്ട് 7 മണിക്ക് വരാൻ പറഞ്ഞിട്ട് 7:00-ക്കാണോ വരുന്നത്? ഞങ്ങളെന്താ തനിക്ക് വേണ്ടി ഇങ്ങനെ കാത്തു കെട്ടിക്കിടക്കണം? സോറി സാർ, വരുന്ന വഴിക്ക് ബസ് ബ്രേക്ക് ഡൗൺ ആയി. മതി. ഇനി ചർച്ചയും കോപ്പൊന്നും വേണ്ട. താൻ തിരിച്ചു പോയിക്കോണോ. ഒരു അരമണിക്കൂറിന്റെ കാര്യമുള്ളൂ. ഒന്ന് കോംപ്രമൈസ് ചെയ്യണോ രവീന്ദ്ര? അല്ലെങ്കിൽ തന്നെ ഒരു കോംപ്രമൈസ് സംസാരിക്കാൻ വേണ്ടി വന്നതല്ലേ. ഞാൻ പോണോ സാറേ? ഇപ്പൊ പോയ ബസ് ഉണ്ട്, പോയിക്കോട്ടെ. വേണ്ട, താനിരിക്കെ. ഇരിക്കുന്നു പറയുമ്പോ ഇരിക്കാനൊരു സ്ഥലം കൂടി കാണിച്ചു കൊടുക്കണോ രവീന്ദ്ര? വേണ്ട സാറേ, ഞാനിവിടെ നിന്നോളാം. അപ്പൊ പിന്നെ എങ്ങനെ കാര്യങ്ങൾ പറ രവീന്ദ്ര. അത് സാർ എന്നെ പറഞ്ഞു തുടങ്ങിയാൽ മതി. എടോ, തനിക്ക് തന്റെ സസ്പെൻഷൻ പിൻവലിച്ച് ജോലിയിൽ തിരിച്ചു തരണോ? സാറേ, ഒരു കോംപ്രമൈസ് എന്ന് പറഞ്ഞ് ക്ഷണിച്ചു വരുത്തിയിട്ട്. ഇത് തന്നെയാ കോംപ്രമൈസ്. നീ സാറ് ചോദിക്കുന്നതിന് സമാധാനം പറ. തന്റെ സസ്പെൻഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. വേണം സാറേ. വീട്ടില് ഭാര്യ വലിയ ബഹളം വെച്ച് കയറിയാ. എന്റെ ജോലി പോയാൽ അവൾക്ക് വലിയ നാണക്കേടാന്നും പറഞ്ഞിട്ട്. ബുദ്ധിയുള്ള പെൺകുട്ടി. അത് പിന്നെ രക്തം വേറെയല്ലേ, മോശാവില്ലല്ലോ. കേട്ടോ രവീന്ദ്ര, ഞങ്ങളുടെ ഒരു അകന്ന ബന്ധത്തിലുള്ള പെൺകിടാവിനെയാ ഈ സാറ് അടിച്ചു മാറ്റിയത്.
പണ്ടേ തൊട്ട് തുടങ്ങിയതാ ഞങ്ങൾക്കിട്ട് പണി തരാൻ. എന്താടോ ഉള്ള പേര്? കാണാനെങ്ങനെ ചരക്ക? സാറേ, ഇതാണോ ഒരു ചർച്ച? ഒരു കോംപ്രമൈസിന്റെ രീതിയാണോ ഇത്? നീ സാർ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാ മതി. എന്തു മറുപടിയാണ് സാർ ഞാൻ പറയേണ്ടത്? എന്റെ ഭാര്യ ചരക്കാന്നോ അതോ അല്ലെന്നോ? ഇതിലേത് പറഞ്ഞാലാ എന്റെ സസ്പെൻഷൻ ഒന്ന് ഒഴിവായിക്കിട്ടാ സാർ ഒന്ന് പറയണം. എനിക്ക് അതുപോലെ മറുപടി പറയാനാ. ഇനി അതല്ല, ഇതൊക്കെ ചർച്ചയുടെ ഭാഗമാണെങ്കിൽ ഇയാളുടെ കുടുംബത്തിൽ എത്ര ചെറുക്കലുണ്ടെന്ന് ഞാനും തിരിച്ചു വയ്ക്കട്ടെ. അവിടെ ഇരിക്കു സാറേ. ഇവൻ മുണ്ടിന് പകരം ഇറക്കൊള്ള ഈ ട്രൗസർ ഇട്ട് നിന്നപ്പോഴേ തോന്നിയതാ കച്ചറക്കുള്ള പുറപ്പാടാവുന്നു. അതാവുമ്പോ ഞാൻ മുണ്ടൂരി ചളിക്കില്ലല്ലോ. കുടുംബത്തിൽ കയറി വന്നു IPC 117 ഭവനവേതനം, 115 വീട്ടിൽ കയറിയുള്ള ആക്രമണം. ഈ വകുപ്പും പറഞ്ഞ എന്നെ അങ്ങ് അകത്താക്കി കളയാന്ന് കരുതിയല്ലേ? പക്ഷേ ഇവിടെ നടന്നതും നിങ്ങൾ പറഞ്ഞതും ഞാൻ ഈ പെൻ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ജാതി നിനക്ക് വോട്ട് ബാങ്കാണല്ലടാ. വൃത്തികെട്ടവനെ. പേട്ടക്കലടാ, പേട്ടക്കാണ്ട് നിക്കടാ. നിന്നെ പോലുള്ള കഴിവേറികളെ കാണാൻ വരുമ്പോ ഏത് പോലീസുകാരനും ഒരു കരുതലുണ്ടാവും. സുകുമാര, ഞാൻ മദ്യപിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ നീ ഇതിനകത്ത് ഇങ്ങനെ നട്ടലില്ലാണ്ട് നക്കി കുടിക്കാൻ നടക്കണേക്കാ ഭേദം തനിക്കൊക്കെ പോയി ചത്തൂടോ. സുകുമാര, ആക്ച്വലി ഞാൻ വന്നത് അത് വിസ്തരിക്കണ്ട. ചന്ദ്രഹാസ, നീ എന്താടാ കരുതിയത്? എന്റെ സസ്പെൻഷൻ പിൻവലിക്കാനായിട്ട് ഞാൻ നിന്റെ കാല് പിടിക്കുന്നു, അതോ അക്കൂട്ടം പറഞ്ഞ് എന്നെ നിർത്തി പൊരിക്കാന്നോ? എന്റെ പണി പോയാലുണ്ടാവുന്ന എന്റെ പെണ്ണിന്റെ നാണക്കേട് അവളുടെ കരണക്കുറ്റിക്കൊന്ന് കൊടുത്തു മാറ്റാൻ എനിക്കറിയാം. അതല്ല എന്റെ ജോലി പോയാലും എന്റെ കപ്പലപ്പൂപ്പന്മാരായി ചെയ്തു പോകുന്ന പല പണിയെടുത്ത് കുടുംബം പോറ്റാൻ എനിക്കറിയാടാ. എന്നാലും നിന്റെയൊക്കെ വീട്ടുപടിക്കൽ ഓച്ചാനിച്ചെന്ന് കാര്യം സാധിക്കാൻ സുകുമാരൻ വരില്ല. ഇമാതിരി നാരികളുടെ കൂട്ടത്തിൽ നീ എന്നെ കാണല്ലേ? നീ എന്നെ വാട്ടാനും നിക്കല്ലേ ചന്ദ്രഹാസ. ഇത് മുള വേറെയാ, വേറെ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ സാറിനോട് ഇതൊന്നും വേണ്ടെന്ന്. അവനെ വിഷ്വൽസ് ഒക്കെ ഔട്ട് ചെയ്താൽ എന്തോന്ന് വിഷ്വൽസ്? എടോ, ഇന്ത്യൻ ആണവരോസം ചോർത്തുന്ന കാര്യമൊന്നല്ലോ നമ്മുടെ ഇവിടെ ചർച്ച ചെയ്തത്. പക്ഷേ അവനൊന്ന് പ്രൊവോക്ക് ചെയ്ത് കുഴപ്പമുണ്ടാക്കി അകത്തിടാനുള്ള എന്റെ പ്ലാൻ പൊളിഞ്ഞു. ഈ സസ്പെൻഷന്റെ കൂടെ IPC 117 കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ ജന്മത്തിൽ അവന് കാക്കിടാൻ പറ്റില്ല. അപ്പോഴേക്കും അവന്റെ ഒരു പെൻ ക്യാമറ തനിക്ക് അതും കൂടി പിടിച്ചു വായിക്കാൻ പറ്റുന്നില്ല. അത് പിന്നെ അവനിപ്പോ എന്തും ചെയ്യാൻ പഠിക്കാത്തൊരു മാനസികാവസ്ഥയില. അതിനിടയ്ക്ക് പേടി. തനിക്കൊക്കെ കള്ള് വാങ്ങിച്ചു തരുന്നതിൽ ഭേദം ഏതെങ്കിലും മാടിന് കാടി കലക്കി കൊടുക്കുന്നതാ. ഇതുകൊണ്ടൊന്നും ഞാൻ അവസാനിപ്പിക്കുന്നു താൻ കരുതണ്ട. അവന്റെ കുടുംബത്തിൽ കയറി ചെന്ന് തകർക്കും ഞാൻ അവനെ. അവൻ താമസിക്കുന്ന വീട്ടിൽ കയറി ചെല്ലാൻ അവനേക്കാൾ അധികാരമുള്ള ബന്ധുവല്ലടോ ഞാൻ. അവനാ എടുക്കണം. പറസുകുമാര, എന്താണോ അവൻ പറഞ്ഞത്? 10 രൂപയുടെ ബിസ്മി പെൻ ക്യാമറയാണെന്ന് സാറിനെ പോലെ ഒരു മണ്ടനെ വിശ്വസിക്കുമെന്ന്.